നിങ്ങൾ എങ്ങനെയാണ് ഒരു വിൻഡോസ് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത്? സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് അത് ചൂസ് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ കൊടുക്കും. ഇപ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ളത് നോക്കും. എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യും. അതിനകത്ത് അൺഇൻസ്റ്റാൾ കൊടുക്കും. ഇങ്ങനെയല്ലേ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പക്ഷേ ഇങ്ങനെയല്ല അതിൻ്റെ ഒരു പ്രോപ്പർ വേ എന്ന് പറയുന്നത്. അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വിൻഡോസിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ അവർ സ്റ്റോറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ പേര് മൈക്രോസോഫ്റ്റ് PC മാനേജർ എന്നാണ്. നമ്മൾ നോർമലി ഒരു ആപ്ലിക്കേഷൻ വിൻഡോസിൽ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പം അത് ആദ്യം നമുക്ക് പോയ പോലെ തോന്നുമെങ്കിലും അതിൻ്റെ ഹിഡൻ ഫയൽസ്, അതുപോലെ ക്യാഷ് ഫയൽസ്, അതുപോലെ രജിസ്ട്രി എഡിറ്റ്സ് ഇതൊന്നും പോവില്ല. ഈ രജിസ്ട്രി എഡിറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനിനകത്ത് നടത്തിയ സെറ്റിങ്സും ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ വിൻഡോസിനകത്ത് സ്റ്റോറായി കിടക്കും. ഇതൊന്നും നമ്മൾ ആദ്യം പറഞ്ഞ നോർമൽ വേ ഓഫ് അൺഇൻസ്റ്റാളിങ്ങിൽ പോകില്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ എല്ലാ ഫയൽസും എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് നിന്ന് പോകും. ഇതിനായിട്ട് ഡീപ്പ് അൺഇൻസ്റ്റാൾ എന്നും പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൻ്റെ സൈഡിലുള്ള അൺഇൻസ്റ്റാൾ ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ആപ്ലിക്കേഷനകത്ത് ഒരുപാട് സിസ്റ്റം റൺ ചെയ്യാനുള്ള സിസ്റ്റം ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റ് ഉണ്ട്. പക്ഷേ അതൊന്നും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ഇത് യൂസ് ചെയ്യുക.